നമ്മുടെ വോക്കൽ കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വനപേടകം, അതാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. അതായത് വോയിസ് ജനറേറ്ററാണ് ഈ വോക്കൽ കോഡ്സ്. നമ്മളുടെ വയലിൻ്റെ സ്ട്രിങ് അല്ലെങ്കിൽ ഗിത്താറിൻ്റെ സ്ട്രിങ് ഒക്കെ വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. അതാണ് നമ്മളുടെ വായ്, തൊണ്ട, നാവ്, മൂക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ട്, അതായത് റെസനേറ്റേഴ്സ് എന്നാണ് പറയുക. ആ റെസനേറ്റേഴ്സ് എല്ലാം കൂടിയിട്ടാണ് അതിനെ സൗണ്ട് അല്ലെങ്കിൽ സ്പീച്ച് ആക്കുന്നത്. അങ്ങനെയാണ് ഓരോരുത്തർക്കും, അതെല്ലാവർക്കും ഓരോരുത്തർക്കും വ്യത്യസ്തമായതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും യുണീക്കായിട്ടുള്ള ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വൈബ്രേറ്ററാണ് വോക്കൽ കോഡ്സ്. അപ്പോൾ തൈറോയിഡിൻ്റെയൊക്കെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ശബ്ദം നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ വോക്കൽ കോഡ്സിലേക്കുള്ള ഒരു ഞരമ്പ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അടുത്തൂടെയാണ് പോകുന്നത്. റിക്കറന്റ് ലാരിഞ്ചൽ നെർവ് എന്നാണ് പറയുക. സാധാരണ ഇത് 99.9% കേസിൽ നമുക്കിത് പ്രിസേർവ് ചെയ്യാൻ പറ്റും. ശബ്ദത്തിന് സാധാരണഗതിയിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപൂർവമായി ചിലപ്പോൾ ചില ക്യാൻസർ ഈ ഇതിനെ പിടിച്ചിട്ടുണ്ടാവാം, ഞരമ്പിനെ പിടിച്ചിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ വലിയ മുഴകൾ ഇതിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണ് ഇതിൽ എയ്തർ ക്ഷതം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഞരമ്പിൽ വരുന്ന നീർക്കെട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഇഞ്ചുറി കൊണ്ടോ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷെ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1% പോലും സാധ്യതയില്ല. അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്നാലും ശബ്ദം നഷ്ടപ്പെടുകയല്ല ചെയ്യുക. അപ്പോൾ ഈ വോക്കൽ കോഡിൻ്റെ ആ ടെൻഷനില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വയലിൻ്റെ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ, അപ്പോൾ അതൊന്ന് ലൂസായ പോലെ ഇരിക്കും ഈ വോക്കൽ കോഡിലേക്കുള്ള ഞരമ്പിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പിച്ച് കുറയും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് തന്നെ അങ്ങനെ ഉണ്ടായെങ്കിൽ നമുക്ക് ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സ്പീച്ച് തെറാപ്പി ചെയ്യാന്ന് പറയും. സ്പീച്ച് തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റുള്ള വോക്കൽ കോഡ് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഈ ഞരമ്പിന് നീർക്കെട്ടൊക്കെ ആണെങ്കിൽ അതിനെ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നോർമൽ വോയിസ് തന്നെ നമുക്ക് തിരിച്ചു കിട്ടാം. ഇനിയിപ്പോൾ ഒരു നെർവ് മുഴുവനായിട്ട് കട്ടായിപ്പോയി എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ക്യാൻസർ കൊണ്ട് നമുക്ക് പ്രിസേർവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ വലത്തെ കൈ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇടത്തെ കൈ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ലേ? നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ ഇപ്പോൾ വലത്തെ വോക്കൽ കോഡിലേക്കുള്ള ഞരമ്പിന് എന്തെങ്കിലും പറ്റി, ഇടത്തെ വോക്കൽ കോഡ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ വലത്തെ കൈയിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് ചെയ്യുന്നത് പിറ്റേ ദിവസം തന്നെ ചെയ്യാൻ പറ്റില്ല. അതിനൊരു ട്രെയിൻ ചെയ്ത് എടുക്കാനുള്ള സമയം വേണം. അത് ഓരോ ആളുകളിലും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഈ വലത്തെ വോക്കൽ കോഡിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇടത്തെ വോക്കൽ കോഡ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യും. അതാണ് നമുക്ക് ഈ സ്പീച്ച് തെറാപ്പി എന്ന് പറയും. അതിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് ഈ സ്പീച്ച് തെറാപ്പി. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ തൈറോയ്ഡ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അത് സ്പീച്ച് തെറാപ്പി കൊണ്ട് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ.